നമസ്കാരം. ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ മേഖലകൾ അതിൻ്റെ സാംസ്കാരിക വൈവിധ്യവും ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും കാരണം ദേശീയ അന്തർദേശീയ തലങ്ങളിൽ എപ്പോഴും ശ്രദ്ധാകേന്ദ്രമാണ്. ഈ മേഖലയിൽ അമേരിക്കൻ ഭരണകൂടം നേരിട്ടിടപെട്ട് ഒരു പ്രത്യേക ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു എന്ന വാദം ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സുരക്ഷാ വിദഗ്ധർക്കിടയിലും വലിയ ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നുണ്ട്. സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും സമാനമായ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലകളും ബംഗ്ലാദേശിന്റെയും മ്യാൻമാറിന്റെയും ഭാഗങ്ങളും ഉപയോഗിച്ച് ഒരു ക്രിസ്ത്യൻ രാജ്യം സ്ഥാപിക്കുവാൻ അമേരിക്ക ശ്രമിക്കുന്നു എന്നായിരുന്നു ഹസീനയുടെ ആരോപണം. 2024 മെയ് മാസത്തിൽ ധാക്കയിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് തന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ സഖ്യകക്ഷികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഹസീന ഈ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരുന്നത്. ഒരു വിദേശ പൗരൻ തന്നെ സമീപിച്ചതായും ഒരു വിദേശ രാജ്യത്തിന് ബംഗ്ലാദേശിൽ വ്യോമതാവളം സ്ഥാപിക്കുവാൻ അനുവദിക്കുകയാണെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ എല്ലാ സഹായവും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതായും ഹസീന വെളിപ്പെടുത്തിയിരുന്നു. ഈ വാഗ്ദാനം നിരസിച്ചത് കൊണ്ടാണ് താൻ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതെന്നും അവർ സൂചിപ്പിച്ചു. കൂടാതെ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് ഹിൽ ട്രാക്സ് പോലെയുള്ള ഭാഗങ്ങളും മ്യാൻമാറിന്റെ ചില ഭാഗങ്ങളും ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ മേഖലകളും കൂട്ടിച്ചേർത്ത് കിഴക്കൻ തിമോറിന് സമാനമായ ഒരു ക്രിസ്ത്യൻ രാജ്യം രൂപപ്പെടുത്തുവാൻ വിദേശ ശക്തികൾക്ക് പദ്ധതിയുണ്ടെന്നും ഇതിനായി ബംഗാൾ ഉൾക്കടലിൽ ഒരു സൈനിക താവളം സ്ഥാപിക്കുവാൻ അവർ ശ്രമിച്ചിരുന്നുവെന്നും ഹസീന ആരോപിച്ചിരുന്നു. നാഗാലാൻഡ്, മിസോറാം, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമാണ്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കീഴിലായിരുന്ന ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു വന്ന അമേരിക്കൻ ബാപ്റ്റിസ്റ്റ്, വെൽഷ്, പ്രസ്ബിറ്റീരിയൻ മിഷണറിമാരാണ് ഇവിടെ മതപരമായ വിത്തുകൾ പാകുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം തുടങ്ങിയ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ അവർ ക്രിസ്തുമതം പ്രചരിപ്പിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. ഇപ്പോഴും അമേരിക്ക ആസ്ഥാനമായുള്ള നിരവധി സ്വകാര്യ മതസംഘടനകളും മിഷണറി ഗ്രൂപ്പുകളും ഈ മേഖലയിൽ സജീവമാണ്. എങ്കിലും ഈ വാദത്തിന് ശക്തി പകരുന്ന ഘടകങ്ങൾ പ്രധാനമായും രാഷ്ട്രീയവും വംശീയവുമാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ചില ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മ്യാൻമാർ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ വംശീയ ഐക്യത്തിനായുള്ള ആഹ്വാനങ്ങൾ ഉയരാറുണ്ട്. ഈ വംശീയ ഐക്യം എന്നത് പലപ്പോഴും ക്രിസ്ത്യൻ സ്വത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രാദേശിക നേതാക്കൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും വംശീയപരമായ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന വിഘടനവാദ ശ്രമങ്ങളെ പാശ്ചാത്യ ശക്തികൾ പിന്തുണയ്ക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. ഇപ്പോഴത്തെ സമാനമായ ഒരു സംശയമുയർത്തുന്ന ഒരു സംഭവം പുറത്തു വന്നിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ഭീവണ്ടിക്ക് സമീപം ചിംപാട ഗ്രാമത്തിൽ പ്രാർത്ഥനായോഗത്തിനിടെ ഗ്രാമീണരെ ക്രിസ്തുമതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായ അമേരിക്കൻ പൗരൻ അമേരിക്കൻ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനാണ് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് പുറത്തു വന്നത്. 58 വയസ്സുകാരനായ ജെയിംസ് വാട്സൺ ആണ് അറസ്റ്റിലായത്. പട്ടാള യൂണിഫോമിലുള്ള ഇയാളുടെ വീഡിയോ ക്ലിപ്പുകൾ ഇന്റർനെറ്റിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ജെയിംസ് വാട്സന് പുറമെ സൈനാഥ് ഗണപതി സർപ്പെ, മനോജ് ഗോവിന്ദ് കോൽഹ എന്നിവരും അറസ്റ്റിലായിട്ടുണ്ട്. ബിസിനസ് വിസയിലാണ് വാട്സൺ ഇന്ത്യയിൽ എത്തിയത് എന്നും വിസ നിയമങ്ങൾ ലംഘിച്ച് മതപരമായ പ്രവർത്തനങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടുവെന്നും വ്യക്തമായിട്ടുണ്ട്. ചിമ്പാട ഗ്രാമത്തിലെ ഒരു പ്രാദേശിക താമസക്കാരനായ രവീന്ദ്രനാഥ ബുർക്കുട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മനോജ് ഗോവിന്ദ് കോൽഹയുടെ വീടിന് പുറത്ത് വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന പ്രാർത്ഥനാ യോഗത്തിൽ ഏകദേശം 35ഓളം ഗ്രാമീണർ പങ്കെടുത്തിരുന്നു. യോഗത്തിൽ വെച്ച് വാട്സണും കൂട്ടാളികളും കൊണ്ടുവന്ന പുസ്തകങ്ങൾ വായിച്ച ശേഷം ക്രിസ്തുമതത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ തുടങ്ങി. ഇവർ ഗ്രാമീണരോട് ഹിന്ദുമതം അന്ധവിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് എന്നും ക്രിസ്തുമതം സ്വീകരിക്കുന്നത് സന്തോഷവും ഐശ്വര്യവും രോഗങ്ങളിൽ നിന്ന് സൗഖ്യവും നൽകുമെന്നും പറഞ്ഞ് ഗ്രാമീണരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചു. രോഗങ്ങൾ മരുന്നുകൊണ്ട് ഭേദമാവില്ല എന്നും ക്രിസ്ത്യൻ പ്രാർത്ഥനയിലൂടെയും പ്രസാദമായി നൽകുന്ന വീഞ്ഞ് കുടിക്കുന്നതിലൂടെയും മാറുമെന്നും ഇവർ അവകാശപ്പെട്ടു. കുട്ടികളെ എളുപ്പത്തിൽ സ്വാധീനിക്കാനാകുമെന്നതിനാൽ അവരെയും ഇവർ ലക്ഷ്യമിട്ടതായാണ് ആരോപണം. രോഗമുള്ള കുട്ടികളുടെ പേരുകൾ കുറിച്ചെടുക്കുവാൻ നോട്ട് പാഡുകൾ ഉപയോഗിച്ചതായും തുടർന്ന് അവരെ നിർബന്ധിച്ച് തടഞ്ഞു വെച്ച ശേഷം വാട്സൺ നെറ്റിയിൽ കൈവച്ച് ദൈവികമായ ചടങ്ങുകൾ നടത്തി രോഗശാന്തി നൽകുവാൻ ശ്രമിച്ചതായും ഗ്രാമീണർ മൊഴി നൽകി. നിലവിൽ മതവികാരം വ്രണപ്പെടുത്തുക, അതായത് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 299, 302, വിസ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുക, വിദേശ നിയമം, അത്ഭുത രോഗശാന്തി അവകാശപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കൽ, അതായത് മഹാരാഷ്ട്രയിലെ 2013 അന്ധവിശ്വാസ വിരുദ്ധ നിയമം തുടങ്ങിയ നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. വാട്സന്റെ സന്ദർശനത്തെക്കുറിച്ച് അധികൃതർ വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ഇയാൾ എത്ര തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്, എത്ര ഗ്രാമങ്ങളിലെ ആളുകളെ മതപരിവർത്തനം ചെയ്യുവാൻ ശ്രമിച്ചിട്ടുണ്ട്, മഹാരാഷ്ട്രയിലെ പ്രാദേശിക കൂട്ടാളികളുടെ ശൃംഖല എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇവരുടെ വാഹനം ഉൾപ്പെടെയുള്ളവയിൽ നിന്ന് മതഗ്രന്ഥങ്ങളും മറ്റ് വസ്തുക്കളും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്.
നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള വാട്സനെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി വിട്ടുകിട്ടാൻ പോലീസ് അപേക്ഷ നൽകിയിട്ടുമുണ്ട്. ചില റിപ്പോർട്ടുകൾ പറയുന്നത് വാട്സൺ ഇപ്പോഴും അമേരിക്കൻ മിലിറ്ററിയുടെ ഇന്റലിജൻസ് വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. അതേസമയം ഇക്കാര്യത്തിൽ ആധികാരികത കൈവന്നിട്ടില്ല. ചോദ്യം ചെയ്യലിലൂടെ ഇക്കാര്യത്തിലടക്കം കൂടുതൽ വ്യക്തത കൈവരുമെന്നാണ് വിവരം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.